ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനൊരു സ്റ്റോറി പറയാം. അത് ഇംഗ്ലീഷിലുള്ള സ്റ്റോറിയാണ്. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. എൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ലേൺ ഇംഗ്ലീഷ് ഇൻ എ ഫൺ വേ. അത് കുറച്ച് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പഠനം എപ്പോഴും ബോറിങ് അല്ല. അപ്പോൾ അതിനെ ഒരു കുറച്ച് ഫൺ, കുറച്ചൊക്കെ താല്പര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്കിത് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടിയിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഓൺലൈനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനുള്ള ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ താഴെ ലിങ്ക് ഇട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം നമുക്കൊരു സ്റ്റോറി അത് എൻജോയ് ചെയ്യാം. ഓക്കെ, നമുക്കിതിലൂടെ കുറച്ച് പദങ്ങൾ പഠിക്കുകയും ചെയ്യും. ആർ യു റെഡി? ഓക്കെ, ഈ സ്റ്റോറിയുടെ പേരാണ് ഫാദർ സൺ കോൺവെർസേഷൻ. അതൊരു മകനും അച്ഛനും തമ്മിലുള്ള ഒരു സംസാരം. Once a day, the father was doing some work and his son came and asked. ഒരു ദിവസം അച്ഛൻ, the father was doing some work and his son came and asked. ഫാദർ ചില ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. That time his son, മകൻ, came and asked. വന്നിട്ട് ചോദിച്ചു, Daddy, may I ask you a question? May I ask you a question? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. ഫാദർ സെഡ്, ഫാദർ പറഞ്ഞു, യാ ഷ്യൂർ, എന്താ തീർച്ചയായും. വാട്ട് ഇറ്റ് ഈസ്, എന്താണ് ആ ചോദ്യം എന്ന് ചോദിച്ചു. വാട്ട് ഇറ്റ് ഈസ്. സോ ഹിസ് സൺ ആസ്ക്ഡ്. അപ്പോൾ ആ കുട്ടി ചോദിച്ചു. സോ ഹിസ് സൺ ആസ്ക്ഡ്, ഡാഡ്, ഹൗ മച്ച് ഡു യു മേക്ക് ആൻ അവർ? ഡാഡ്, ഹൗ മച്ച് ഡു യു മേക്ക് ആൻ അവർ? ഒരു മണിക്കൂറിൽ എത്ര ഏൺ ചെയ്യുന്നു, എത്ര ഉണ്ടാക്കുന്നുണ്ട്? ഡു യു മേക്ക് ആൻ അവർ? ഒരു മണിക്കൂറിൽ എത്ര ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഫാദർ ഗോട്ട് വിത്ത് അപ്സെറ്റ് ആൻഡ് സെഡ്. ഇത് കേട്ടപ്പോൾ ഫാദർ കുറച്ച് അപ്സെറ്റായി. ആൻഡ് സെഡ് പറഞ്ഞു, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അത് നിൻ്റെ പണിയല്ല. വൈ ഡു യു ആസ്ക് സച്ച് എ തിങ്? നീ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ചോദിക്കുന്നത്? വൈ ഡു യു ആസ്ക് സച്ച് എ തിങ്? സൺസെറ്റ്. അപ്പോൾ മകൻ പറഞ്ഞു, ഐ ജസ്റ്റ് വാണ്ട് ടു നോ. എനിക്ക് അറിയണം. ഐ ജസ്റ്റ് വാണ്ട് ടു നോ. എനിക്ക് ഒന്ന് അറിയണം, അത്രേ ഉള്ളൂ. പ്ലീസ് ടെൽ മീ. പ്ലീസ് ദയവ് ചെയ്ത് പറയും. ഹൗ മച്ച് ഡു യു മേക്ക് ആൻ അവർ? ഒരു മണിക്കൂറിൽ എത്ര ഉണ്ടാക്കും? സോ ദ ഫാദർ ടോൾഡ് ഹിം ദാറ്റ് ഐ മേക്ക് ₹500 per hour. ഞാനൊരു 500 രൂപ ഉണ്ടാക്കും. ഐ മേക്ക് hours 500 per hour. Oh, the little boy replied with his head down. കേട്ടപ്പോൾ അവന് സങ്കടമായി. ഓ, the little boy replied. ആ കൊച്ചുകുട്ടി മറുപടി പറഞ്ഞു. with his head down. തല താത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു. Dad, may I please borrow ₹300? May I please borrow? ഞാൻ കടം വാങ്ങിച്ചോട്ടെ. ₹300. 300 രൂപ കടം വാങ്ങിച്ചോട്ടെ എന്ന് ചോദിച്ചു. ദ ഫാദർ ഫ്യൂരിയസ്ലി സെഡ്. കേട്ടപ്പോൾ ഫാദർ ദേഷ്യം പിടിച്ചു. ഫാദർ ഫ്യൂരിയസ് നമ്മൾ ദേഷ്യം പിടിച്ചു പോകാം. ഫ്യൂരിയസ്ലി സെഡ്, ഇഫ് ദ ഓൺലി റീസൺ യു ആസ്ക് അബൌട്ട് മൈ പേ ഈസ് സോ ദാറ്റ് യു ക്യാൻ ബോറോ സം മണി ടു ബൈ എ സില്ലി ടോയ് ഓർ അതർ നോൺസെൻസ്. ഇഫ് ദ ഓൺലി റീസൺ യു ആസ്ക് അബൌട്ട് മൈ പേ, അതായത് ദ ഓൺലി റീസൺ, എൻ്റെ കാരണം, ഒറ്റ കാരണം, യു ആസ്ക്ഡ് അബൌട്ട് മൈ പേ, എൻ്റെ പൈസയെക്കുറിച്ച്, അതായത് എനിക്ക് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് നീ ചോദിച്ചതിൻ്റെ കാരണം, ഇസ് സോ ദാറ്റ് യു ക്യാൻ ബോറോ, നീ കടം വാങ്ങിച്ചുകൊണ്ട്, സം മണി, കുറച്ച് പൈസ, ടു ബൈ എ സില്ലി ടോയ്, ഒരു സില്ലി ടോയ് വാങ്ങിക്കാൻ, ഓർ അതർ നോൺ സെൻസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെൻസ് ഇല്ലാത്ത സാധനം. അത് ഫാദർ ദേഷ്യം പിടിച്ചു. ദെൻ മാർച്ച് യുവർ സെൽഫ് ടു യുവർ റൂം ആൻഡ് ഗോ ടു ബെഡ്. മാർച്ച് യുവർ സെൽഫ്, യു ഗോ എന്നല്ലേ, മാർച്ചിൽ പോകാൻ, അതായത് ജസ്റ്റ് ഗോ എന്നുള്ളതാണ്. യുവർ സെൽഫ് ടു ദ റൂം, ടു യുവർ റൂം, നിൻ്റെ റൂമിലേക്ക് പോ. ആൻഡ് ഗോ ടു ബെഡ്, പോയി കിടക്ക്. ഗോ ടു യുവർ ബെഡ്. തിങ്ക് വൈ യു ആർ ബീങ് സോ സെൽഫിഷ്. ഇത്ര സെൽഫിഷ്, അതായത് നമ്മൾക്ക് പറയില്ല, സെൽഫിഷ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വാർത്ഥത. വൈ യു ആർ ബീങ് സോ സെൽഫിഷ്, എന്താ ഇത്ര സ്വാർത്ഥത? ഐ വർക്ക് ഹാർഡ് എവറി ഡേ, ഞാൻ ഓരോ ദിവസവും കഠിനാധ്വാനം ചെയ്യുക. ആൻഡ് ഡു നോട്ട് ലൈക്ക് ദിസ് ചൈൽഡിഷ് ബിഹേവിയർ. ഐ ഡു നോട്ട് ലൈക്ക്, എനിക്കിഷ്ടമല്ല. ഐ ഡു നോട്ട് ലൈക്ക് ദിസ് ചൈൽഡിഷ് ബിഹേവിയർ, ഈ
കുട്ടികളുടെ ഈ സ്വഭാവം എനിക്കിഷ്ടമല്ല, ഈ കുട്ടിത്തം എനിക്കിഷ്ടമല്ല, ചൈൽഡിഷ് ബിഹേവിയർ എനിക്കിഷ്ടമല്ല എന്ന് ഫാദർ ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദ ലിറ്റിൽ ബോയ് ക്വയറ്റ്ലി വെൻറ്റ് ടു ഹിസ് റൂം ആൻഡ് ഷട്ട് ദ ഡോർ. ആ കൊച്ചുകുട്ടി ദ ലിറ്റിൽ ബോയ് ക്വയറ്റ്ലി വെൻറ്റ്, ഒന്നും മിണ്ടാതെ ക്വയറ്റായിട്ട് വെൻറ്റ് ടു ഹിസ് റൂമിലേക്ക് പോയി ആൻഡ് ഷട്ട് ദ ഡോർ, വാതിലടച്ചു. The man sat down and started to get even angrier about the little boy's questions. The man, അയാൾ sat down ഇരുന്ന് and started to get even angrier, കൂടുതൽ ദേഷ്യം വരാൻ തുടങ്ങി. Even angrier, more angrier about the little boy's questions. ആ കുട്ടീൻ്റെ ചോദ്യത്തിനെ കുറിച്ച് കൂടുതൽ ദേഷ്യം വരാൻ തുടങ്ങി. How dare he ask such a question? അവൻ എന്തുകൊണ്ട് ധൈര്യപ്പെട്ടു? How dare, എന്തുകൊണ്ട് ധൈര്യപ്പെട്ടു? He asked such a question only to get some money. കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചോദ്യമാണ് അവൻ ചോദിച്ചത്? To get some money. After about an hour or so, ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ, after about an hour, ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ so, അല്ലെങ്കിൽ കുറച്ച്, the man had calmed down, കുറച്ചുള്ള ദേഷ്യമൊക്കെ ഒന്ന് calmed down and started to think. അയാൾ ചിന്തിക്കാൻ തുടങ്ങി. He started to think. Maybe, ഒരു പക്ഷേ, there was something he really needed to buy with that rupees 300. ഒരു പക്ഷേ he want something, that is was something to he really needed, എന്തോ അവന് അത്യാവശ്യമുള്ള എന്തോ ഒരു സാധനം വാങ്ങിക്കാം, to buy that with this rupees 300. ഈ 300 രൂപ ഉപയോഗിച്ചാൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനം വാങ്ങിക്കാനുണ്ടാവും. And here he didn't ask for money very often. I really didn't. ആ സാധാരണ അങ്ങനെ പൈസക്ക് വേണ്ടി ചോദിക്കാത്ത കുട്ടിയാണ്. He didn't ask money for so often. എപ്പോഴും പൈസക്കൊന്നും ചോദിക്കാറില്ല. The man went to the door of the little boy's room and opened the door. He went to the door of little boy's room. കൊച്ചുകുട്ടിയുടെ റൂമിലേക്ക് ചെന്ന് and opened the door. ഡോർ തുറന്നു. Are you sleeping, son? ചോദിച്ചു. Are you sleeping, son? ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? Are you sleeping, son? He asked. അയാൾ ചോദിച്ചു. No, daddy, I am awake. കുട്ടി പറഞ്ഞു. No, daddy, അല്ല അച്ഛാ, I am awake. ഞാൻ ഉണർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. Replied the boy. കുട്ടി മറുപടി പറഞ്ഞു. അയാൾ പറഞ്ഞു, I have been thinking maybe I was too hard on you earlier. ഒരു പക്ഷേ ഞാൻ ആലോചിക്കായിരുന്നു. I was thinking maybe, ഒരു പക്ഷേ I was too hard, ഞാൻ കുറച്ച് കടുത്തുപോയി, കടുത്തുപോയി on you earlier, ഞാൻ നിന്നോട് കുറച്ച് കടുത്ത് സംസാരിച്ചു എന്നാണ് പുള്ളി അർത്ഥമാക്കുന്നത്. Said the man. അയാൾ പറഞ്ഞു, It's been a long day. അതൊരു നീണ്ട ദിവസമായിരുന്നു, ഒരുപാട് വർക്ക് ചെയ്ത് ക്ഷീണിച്ച ഒരു നീണ്ട ദിവസമായിരുന്നു. And I took out my aggravation, എനിക്ക് എനിക്ക് ദേഷ്യം on you, അതായത് എൻ്റെ അപ്പോഴുള്ള അസ്വസ്ഥത I took on you, നിന്നിലെടുത്തു. Here is the rupees 300 you asked for. നാ പിടിച്ചോ, നീ ചോദിച്ച 300 രൂപ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുത്തു. The little boy sat straight up, smiling. കുട്ടി എണീച്ചിരുന്നു. sat straight up, സ്ട്രൈറ്റ് ആയിട്ടിരുന്നു. smiling, ചിരിച്ചുകൊണ്ട്. Oh, thank you, dad. നന്ദി. ഫാദർ നന്ദി പറഞ്ഞു. He yelled എന്നങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞു. He yelled. Then reaching under his pillow, he pulled some crippled up notes. Then reaching under his pillow, അയാളുടെ കുട്ടി എന്ത് ചെയ്തു? തലയുടെ താഴെ he pulled some crippled up notes, കുറച്ച് ചുക്കിച്ചുളിഞ്ഞ crippled up notes പുറത്തേക്ക് എടുത്തു. The man seeing that, അയാളത് കണ്ടു. The man seeing that the boy already had money, ഈ കുട്ടീൻ്റെ അടുത്ത് ആൾറെഡി പൈസ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ആൾ കണ്ടു. Started to get angry again. പിന്നെയും ദേഷ്യം തരാൻ തുടങ്ങി. Started to get angry again. The little boy slowly counted out his money. ആ കൊച്ചുകുട്ടി സ്ലോലി, സാവധാനത്തിൽ counted out his money, അയാളുടെ പൈസ ഒക്കെ എണ്ണി നോക്കി. Then looked up at his father. അതിനുശേഷം ഫാദറിൻ്റെ നേരെ നോക്കി. അപ്പോൾ ഫാദർ ചോദിച്ചു, why do you want money if you already had some? The father grumbled. Why do you want money? നിനക്ക് എന്തിനാണ് പൈസക്ക് ആവശ്യമുള്ളത്? If you already had some, നിൻ്റെ അടുത്ത് ആൾറെഡി പൈസ ഉണ്ടല്ലോ. The father grumbled, മുറുമുറുത്തു. Because I didn't have enough. Because I didn't have enough. എനിക്ക് ആവശ്യത്തിനുണ്ടായിരുന്നില്ല. I didn't have enough. എനിക്കുണ്ടായിരുന്നില്ല. But now I do. But now, ഇപ്പോൾ എൻ്റെ അടുത്ത്. The boy replied. കുട്ടി പറഞ്ഞു, Daddy, I have rupees 500 now. Daddy, അച്ഛാ, ഇപ്പം എൻ്റെ കയ്യിൽ 500 രൂപയുണ്ട്. I have rupees 500 now. Can I buy an hour of your time?
Can I buy? ഞാൻ വാങ്ങിച്ചോട്ടെ an hour of your time. നിങ്ങളുടെ സമയം 1 മണിക്കൂർ ഞാൻ വാങ്ങിച്ചോട്ടെ. Please come home early tomorrow. നാളെ നേരത്തെ വരണം. Please come home early tomorrow. നാളെ നേരത്തെ വരണം. I would like to have dinner with you. എനിക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. I would like to have dinner with you. എനിക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. Father was dumbstruck. ഇത് കേട്ടപ്പോൾ ഫാദർ ആകെ ഒന്നും പറയാനില്ലാതായിപ്പോയി, സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഈ കുട്ടി പൈസ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കുട്ടി കൊടുക്കുന്നത്? ഫാദറിൻ്റെ 1 മണിക്കൂർ ടൈം കിട്ടണം. അപ്പോൾ ഇതിൽ എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇറ്റ്സ് ജസ്റ്റ് എ ഷോർട്ട് റിമൈൻഡർ. അതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഷോർട്ട് റിമൈൻഡർ ടു ആൾ ഓഫ് യു. നിങ്ങളോട് എല്ലാവരോടും, വർക്കിംഗ് സോ ഹാർഡ്, കഠിനമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളോട് എല്ലാവരോടും. We should not let time slip through our fingers without having spent some time with those who really matter to us. We should not let time, നമ്മളങ്ങനെ സമയം കളയാൻ പാടില്ല. സ്ലിപ്പ് ത്രൂ, നമ്മൾ അറിയാണ്ട്, ഫിംഗേഴ്സ് ത്രൂ, സ്ലിപ്പ് ത്രൂ അവർ ഫിംഗേഴ്സ്, നമ്മൾ അറിയാണ്ട് എന്നുള്ള ഒരു പ്രയോഗമാണ്. സ്ലിപ്പ് ത്രൂ അവർ ഫിംഗേഴ്സ്, അത് വിരലിൻ്റെ ഇടയിലൂടെ എന്ന് പറഞ്ഞത്. വിത്തൗട്ട് ഹാവിങ് സ്പെൻഡ് സം ടൈം, വിത്തൗട്ട് ഹാവിങ് സ്പെൻഡ്, അതായത് വിത്തൗട്ട് അങ്ങനെ അല്ലാതെ, ഹാവിങ് സ്പെൻഡ് സം ടൈം, കുറച്ച് സമയം സ്പെൻഡ്, അത് ചിലവഴിച്ചിട്ട് അല്ലാതെ, വിത്ത് ദോസ് ഹൂ റിയലി മാറ്റർ ടു അസ്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കുറച്ച് ആളുകൾക്ക് സമയം ചെലവഴിച്ചു കൊണ്ടല്ലാതെ നമ്മൾ അറിയാതെ സമയം ഇങ്ങനെ കളയരുത് എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ദോസ് ക്ലോസ് ടു അവർ ഹേർട്ട്സ്, നമ്മളുടെ ഹൃദയത്തിനോട് അടുത്ത ആളുകൾക്ക് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടല്ലാതെ നമ്മൾ അറിയാണ്ട് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് പോകരുത്. ഇഫ് യു ഡൈ ടുമോറോ, നമ്മൾ നാളെ മരിക്കുകയാണെങ്കിൽ, ദ കമ്പനി ദാറ്റ് വി ആർ വർക്കിംഗ് ഫോർ കുഡ് ഈസിലി റീപ്ലേസ് അസ്, നമ്മളെ ഇപ്പോൾ ജോലിക്ക് വെച്ചിട്ടുള്ള ദ കമ്പനി ദാറ്റ് വി ആർ വർക്കിംഗ് ഫോർ, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിക്ക് ഈ കുഡ് ഈസിലി റീപ്ലേസ് ചെയ്യാം, ഈസിയായിട്ട് റീപ്ലേസ് ചെയ്യാം. ഇൻ എ മാറ്റർ ഓഫ് ഡേയ്സ്, കുറച്ച് ദിവസത്തിനുള്ളിൽ അവർ വേറെ ആളെ വെക്കും അല്ലേ, ഇൻ എ മാറ്റർ ഓഫ് ഡേയ്സ്. ബട്ട് ദ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, അത് നമ്മളുടെ കുടുംബം, ബട്ട് ദ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ, വി ലീവ് ബിഹൈൻഡ്, നമ്മൾ സമയം കൊടുക്കാതെ വി ലീവ് ബിഹൈൻഡ്, നമ്മൾ തള്ളിക്കളയുന്ന ആളുകളല്ലേ, വിൽ ഫീൽ ദ ലോസ്, അവർക്ക് ആ നഷ്ടം, വിൽ ഫീൽ ദ ലോസ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദെയർ ലൈഫ്സ്, ജീവിതകാലം മൊത്തം അവർക്കതൊരു നഷ്ടമായിട്ടായിരിക്കും നമ്മൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, റെസ്റ്റ് ഓഫ് ദെയർ ലൈഫ്സ്, അവരുടെ ബാക്കിയുള്ള കാലം. ആൻഡ് കം ടു തിങ്ക് ഓഫ് ഇറ്റ്, നമുക്കത് ചിന്തിക്കണം, കം ടു തിങ്ക് ഓഫ് ഇറ്റ്, നമ്മളത് ചിന്തിക്കണം. വി പോർ അവർ സെൽഫ് മോർ ഇൻ ടു വർക്ക് ദാൻ ടു അവർ ഫാമിലി. വി പോർ, നമ്മളിങ്ങനെ കൊട്ടുകയാണ്, അവർ സെൽഫ്, നമ്മൾ എന്ത് ചെയ്യണം, കൊട്ടുകയാണ്, മോർ ഇൻ ടു ദ വർക്ക്, നമ്മൾ ജോലിക്ക് കൊട്ടുകയാണ് അല്ലേ, ദാൻ ടു അവർ ഫാമിലി, നമ്മൾ കുടുംബത്തിന് കൊടുക്കുന്ന സമയം പോലും, അതായത് അത് മൈൻഡ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, വി ആർ പോർ അവർ സെൽഫ് മോർ ഇൻ ടു വർക്ക്, നമ്മൾ കൂടുതൽ വർക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ദിസ് ഈസ് ദ മോർ, ഇതാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്ന പാഠം. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് സ്റ്റോറി അല്ലേ. ഇതിലൂടെ കുറച്ച് പദങ്ങൾ കുറച്ച് ഇംഗ്ലീഷിലേറെ ഫെമിലിയർ ആവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു.